പിന്നെ പാർലമെന്റിലെ സ്മോക്ക് സ്പ്രേ ആക്രമണത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. മുഖ്യ സൂത്രധാരൻ മറ്റൊരാളെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സമൂഹമാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് പിടിയിലായ 6 പേരും. ഇവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തെയും സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ഇടപെടലിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം 10-ന് ഡൽഹിയിൽ 6 പേരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. മറ്റു വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ പ്രതികളെക്കുറിച്ചും അവരുടെ ബോസിനെ കുറിച്ചും. എസ് കെ, എന്തായാലും പ്രതികൾ കൂടുതൽ പേരുണ്ട് എന്നൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നൊരു കാര്യം. ഇവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം കാരണം ഈ പ്രതികളിൽ പലർക്കും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. ഒരാൾ എഞ്ചിനീയർ ബിരുദധാരിയാണ്, മറ്റൊരാൾ MPhil എല്ലാം തന്നെ കഴിഞ്ഞു. അത്തരമൊരു ഉന്നത വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഈ ആളുകൾ എങ്ങനെ ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു, മാത്രമല്ല എന്താണ് ഇവരുടെ യഥാർത്ഥ ഈ കൃത്യത്തിന് പിന്നിലെന്നൊരു കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇടപെടലില്ലാതെ പ്രതികൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതികൾക്ക് ഇങ്ങനെ ഒത്തുചേരാൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ച് ഈ പ്രതികൾ മുൻപ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളടക്കം വല്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പ്രതികളുടെ പശ്ചാത്തലമാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. നേരത്തെ പങ്കെടുത്ത ഈ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇതിനു മുൻപ് സന്ദർശകരായി പാർലമെന്റിൽ എത്തിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും വൈകാതെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കും. നിലവിലിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ഏജൻസികളെല്ലാം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിനുശേഷം മാത്രമേ എന്താണ് പ്രതികളുടെ ഒരു കൃത്യമായ ഉദ്ദേശം എന്നത് സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ എല്ലാ തലങ്ങളിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 6 പ്രതികളുടെയും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ ഭഗത് സിംഗ് ഫാൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അംഗങ്ങളെല്ലാം ഉണ്ട് എന്ന ഒരു കാര്യമാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിധത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തന്നെയാണോ, അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഇതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമായും പോലീസ് അന്വേഷിച്ചു വരികയാണ്. താങ്ക് യു നിതിൻ അംബുജൻ.